PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KS കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് ഖാദി ബോർഡ് JCI എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിലബസിലെ കോപ്പറേഷനിൽ നിന്നും കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന് വേണ്ടി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി 2-3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മാക്സിമം റിവിഷൻ വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ക്രിഫ്കോ ആൻഡ് ഇഫ്കോ. Consider the statements related to CRIFCO and IFCO. First one, both are multi-state cooperative societies. Second one, major products of both the societies are fertilizers. മൂന്നാമത്തേത്, both have cooperative societies as its members. 4, both have production plants at Gujarat and Uttar Pradesh. Which of the above statement is or are not correct? ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് only 4, only 3, only 3 and 4, all of them are correct. ഇഫ്കോ, ക്രിഫ്കോ ഈ രണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ബോത്ത് ആർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ശരിയാണ്. ക്രിഫ്കോയും ഇഫ്കോയും രണ്ടും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത്, മേജർ പ്രോഡക്ട്സ് ഓഫ് ബോത്ത് ദ സൊസൈറ്റീസ് ആർ ഫെർട്ടിലൈസേഴ്സ്. അതും ശരിയാണ്. ഈ രണ്ട് സൊസൈറ്റികളുടെയും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സ് ആണ്. മൂന്നാമത്തേത്, ബോത്ത് ഹാവ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ രണ്ട് സൊസൈറ്റികളുടെയും മെമ്പേഴ്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. ശരിയാണ്. നാലാമത്തേത്, ബോത്ത് ഹാവ് പ്രൊഡക്ഷൻ പ്ലാൻസ് അറ്റ് ഗുജറാത്ത് ആൻഡ് ഉത്തർപ്രദേശ്. അതും ശരിയാണ്. ഈ രണ്ട് സൊസൈറ്റികൾക്കും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും പ്രൊഡക്ഷൻ പ്ലാൻസ് ഉണ്ട്. അപ്പം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദം ആർ കറക്റ്റ്. Indian Farmers Fertilizer Cooperative Limited was established on ഉത്തരം 1967 നവംബർ 3. 1967 നവംബർ 3-നാണ് ഇഫ്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇഫ്കോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ കോപ്പറേറ്റീവ്സ്. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹോളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ്. ഇഫ്കോയുടെ ജേണലാണ് ഇഫ്കോ ന്യൂസ് എന്നത്. ഇഫ്കോ മീൻസ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഉത്തരം 4th ഡിസംബർ 2000. 2000 ഡിസംബർ 4-നാണ് ഇഫ്കോ ടോക്കിയോ എന്ന ഇൻഷുറൻസ് സൊസൈറ്റി നിലവിൽ വന്നത്. കേരളത്തിലുള്ള ഒരേ ഒരു കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റിയാണ് കോയിൻസ്. ഇഫ്കോ ടോക്കിയോയുമായി കണക്ട് ചെയ്താണ് കോയിൻസ് പ്രവർത്തിക്കുന്നത്. കോയിൻസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. Farmers Service Center is promoted by ഉത്തരം ഇഫ്കോ. ഫാമേഴ്സ് സർവീസ് സെൻറ്റർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് കിസാൻ സേവാ ഫണ്ട് എന്നാണ്. ഇഫ്കോ ആഗ്രോ എന്നത് ഇഫ്കോയുടെ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് സിസ്റ്റമാണ്. ക്വാണ്ടിറ്റി റിബേറ്റ്, വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ഇതൊക്കെ ഇഫ്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വില്ലേജ് അഡോപ്ഷൻ സ്കീം SBIയുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ഇഫ്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ക്വാണ്ടിറ്റി റിബേറ്റ്. ഇപ്പോഴത്തെ ഇഫ്കോയുടെ ചെയർമാനാണ് ദിലീപ് ശങ്കാനി. വിച്ച് എമംഗ് ദ ഫോളോവിങ് ആർ എൻഗേജ്ഡ് ഇൻ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സെക്ടർ? Which among the following are engaged in fertilizer production in cooperative sector? Options: IFCO and FACT, CRIFCO and FACT, IFCO and CRIFCO, IFCO and National Fertilizers Limited. കോപ്പറേറ്റീവ് സെക്ടറിൽ ഫെർട്ടിലൈസർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടവ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം.
ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇഫ്കോ ആൻഡ് ക്രിഫ്കോ. സെയിം സിലബസിൽ നിന്ന് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ക്രിഫ്കോ ആൻഡ് ഇഫ്കോ ഫെർട്ടിലൈസർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. ക്രിഫ്കോ വാസ് ഫൗണ്ടഡ് ഇൻ ഓപ്ഷൻസ് 1975, 1980, 1982, 1988. ക്രിഫ്കോ നിലവിൽ വന്ന വർഷം 1980 1980 ഏപ്രിൽ 17 ക്രിഫ്കോ ഫൗണ്ട് ചെയ്തത്. കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് ക്രിഫ്കോയുടെ പൂർണ്ണരൂപം. ക്രിഫ്കോയുടെ പൂർണ്ണരൂപമാണ് കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. അമോണിയ പ്ലാന്റ് ഓഫ് ക്രിഫ്കോ ലൊക്കേറ്റഡ് അറ്റ് ഉത്തരം ഹസീറ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ഹസീറയിലാണ് ക്രിഫ്കോയുടെ അമോണിയ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ക്രിഫ്കോയുടെ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ജുൻജുനുവിലാണ്. ക്രിഫ്കോയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറർ ആണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇഫ്കോയാണ്. ക്രിഫ്കോ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. അപ്പോൾ ക്രിഫ്കോ മീൻസ് കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ആസ്ഥാനം. 1980 ഏപ്രിൽ 17 ഇത് നിലവിൽ വന്നത്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമോണിയ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഹസീറയിലും പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ജുൻജുനുവിലുമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈമർലി ഫോക്കസസ് ഓൺ ഫിനാൻസിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് അറ്റ് ദ നാഷണൽ ലെവൽ? Which of the following institution primarily focuses on financing and promoting cooperative developments at the national level? Options: NCCT, WAMNICOM, NCDC, ICM. നാഷണൽ ലെവലിൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുകയും ഫിനാൻസ് ചെയ്യുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? NCDC ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. NCDC മീൻസ് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് 1963 മാർച്ച് 13 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. NCDC Act was passed in the year. NCDC Act was passed in the year. ഉത്തരം 1962. NCDC ഫോം ചെയ്തത് 1963 മാർച്ച് 13 NCDC ആക്ട് പാസ്സായത് 1962 1962 പാസ്സായ NCDC ആക്ട് 1975 2002 അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2002 മെയ് 25 NCDC ആക്ട് അമെൻഡ് ചെയ്തത്. NCDC എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ഇറ്റ് ഈസ് എ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. The supreme body of NCDC is ഉത്തരം ജനറൽ കൗൺസിൽ. NCDCയുടെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് ജനറൽ കൗൺസിലാണ്. ജനറൽ കൗൺസിലിൽ 51 മെമ്പേഴ്സാണുള്ളത്. ജനറൽ കൗൺസിലിൽ 51 മെമ്പേഴ്സ് ഉണ്ട്. NCDCയുടെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ 12 മെമ്പേഴ്സാണുള്ളത്. NCDCയുടെ എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. ദ സുപ്രീം ബോഡി ഓഫ് NCDC ഈസ് ജനറൽ കൗൺസിൽ. മാനേജിംഗ് ഡയറക്ടറാണ് ചീഫ് എക്സിക്യൂട്ടീവ്. ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അപ്പോൾ NCDC ആക്ട് നിലവിൽ വന്ന വർഷം 1962, 1975 2002 ഈ ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഉത്തരം NCDC. ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അഥവാ ICDP ഇംപ്ലിമെൻറ്റ് ചെയ്തത് NCDC ആണ്. 1995-96 കാലത്ത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് NCDC ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതുപോലെ റൂറൽ കൺസ്യൂമർ സ്കീം ഓർ ലീഡ് ലിങ്ക് സ്കീം NCDCയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ICDP ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ നദിയ ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട് ഡിസ്ട്രിക്റ്റിലാണ്.
ICDP മീൻസ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. കേരളത്തിൽ ആദ്യം ICDP പ്രോജക്റ്റ് വന്നത് 5 ജില്ലകളിലാണ്. വയനാട്, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്. ഈ 5 ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ICDP പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. The Training Institute of NCDC is LINAC, located at The Training Institute of NCDC is LINAC, located at ഉത്തരം ഗുർഗോൺ, ഹരിയാന. ഹരിയാനയിലെ ഗുർഗോണിലാണ് ലിനാക്കിൻ്റെ ആസ്ഥാനം. ലിനാക്ക് മീൻസ് ലക്ഷ്മൺ റാവു ഇനാംദാർ നാഷണൽ അക്കാദമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് NCDCയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. The fund utilized for the development of cooperative processing and marketing societies by taking shares, grant loan, provide grant and subsidies. The fund utilized for the development of cooperative processing and marketing societies by taking shares, grant loan, provide grant and subsidies. ഉത്തരം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഈ ഫണ്ടിൻ്റെ കസ്റ്റോഡിയനാണ് NCDC. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ NCDC ആണ്. NCDC പ്രധാനമായും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിനെയാണ്, വായ്പേതര സംഘങ്ങളെയാണ് സഹായിക്കുന്നത്. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ ദ ഫണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് by taking shares, grant loan, provide grant and subsidies. The National Cooperative Development Corporation is options: a statutory corporation, a registered society, a council under Ministry of Corporation, Government of India, a federation of all state cooperative union. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ NCDC എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. NCDC ആക്ട് 1962 പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. NCDC എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, അതുപോലെ ഒരു കമ്പനിയല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. NCDCക്ക് 18 റീജിയണൽ ഓഫീസുകളുണ്ട്. കേരളത്തിലുള്ളതാണ് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്താണ് NCDCയുടെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് എ സ്കീം ഓഫ് NCDC, NDDB, നബാർഡ്, നാഫഡ്. ഉത്തരം NDDB. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അഥവാ NDDBയുടെ സ്കീമാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡാണ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് വൈറ്റ് റെവല്യൂഷൻ്റെ ഫാദർ ഓഫ് ദ വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ. NDDB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഉത്തരം 26 സെപ്റ്റംബർ 1965. 1965 സെപ്റ്റംബർ 26-നാണ് NDDB അഥവാ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഗുജറാത്തിലെ ആനന്ദാണ്. NDDBയുടെ ഫൗണ്ടറാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. NDDBയുടെ ഫസ്റ്റ് ചെയർമാനും ഡോക്ടർ വർഗീസ് കുര്യനാണ്. NDDB ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഉത്തരം 1987. 1987-ലാണ് NDDB ആക്ട് പാസ്സാവുന്നത്. NDDB എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965 സെപ്റ്റംബർ 26-നാണ്. NDDB ആക്ട് പാസ്സായത് 1987-ലാണ്. NDDBയുടെ ഫോർമേഷന് ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. NDDBയുടെ കോ ഫൗണ്ടറാണ് അമൃത പട്ടേൽ. NDDBയുടെ ഫൗണ്ടർ ഡോക്ടർ വർഗീസ് കുര്യൻ, കോ ഫൗണ്ടർ അമൃത പാട്ടീൽ. NDDBയുടെ ഫോർമേഷന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആൻഡ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് റോങ്. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആൻഡ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. Identify the statement that is wrong. First one,
The NDDB was initially registered as a society under the Societies Act 1860. Now NDDB is a company registered under Companies Act and its headquarters is at New Delhi. NAFED is registered under the Multi-State Cooperative Societies Act. NAFED have primary marketing or processing societies among its members. NDDB അതുപോലെ നാഫെഡ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റ് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഒന്നാമത്തേത് NDDB വാസ് ഇനിഷ്യലി രജിസ്റ്റേർഡ് ആസ് എ സൊസൈറ്റി അണ്ടർ ദ സൊസൈറ്റീസ് ആക്ട് 1860. 1860 സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് NDDB ആദ്യം രജിസ്റ്റർ ചെയ്തത്. അത് ശരിയാണ്. രണ്ടാമത്തേത് നൗ NDDB ഈസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ന്യൂഡൽഹി. ഇത് തെറ്റാണ്. NDDB എന്ന് പറയുന്നത് ഒരു ബോർഡാണ്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. അതാണ് ഉത്തരം. ഡാഷ് ഈസ് ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ്. ഡാഷ് ഈസ് ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ്. ഉത്തരം നാഫെഡ്. നാഫെഡ് ആണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീമിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. നാഫെഡ് മീൻസ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 ഒക്ടോബർ 2-നാണ്. 1958 ഗാന്ധി ജയന്തി ദിനത്തിൽ ഫോം ചെയ്തതാണ് നാഫെഡ്. നാഫെഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. NAFED has a biofertilizer plant at ഉത്തരം ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നാഫെഡിൻ്റെ ബയോഫെർട്ടിലൈസർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നാഫെഡിൻ്റെ ഫോറിൻ ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ്. അതുപോലെ നാഫെഡിൻ്റെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ന്യൂഡൽഹിയിൽ. കോപ്പറേറ്റീവ് ടൂർ എന്നത് നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ്. കോപ്പറേറ്റീവ് ടൂർ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫെഡ്. എംപവറിംഗ് ഫാമേഴ്സ് ഈസ് എ സ്ലോഗൻ ഓഫ് നാഫെഡ്. നാഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 അനുസരിച്ചാണ്. ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു നാഷണൽ ഹൗസിംഗ് ബാങ്ക് വിച്ച് എമംഗ് ദ ഫോളോവിംഗ് ഈസ് റോങ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു നാഷണൽ ഹൗസിംഗ് ബാങ്ക് വിച്ച് എമംഗ് ദ ഫോളോവിംഗ് ഈസ് റോങ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് അഥവാ NHBയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റെന്നാണ് പറയേണ്ടത്. ഒന്നാമത്തേത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ സെറ്റപ്പ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഇൻ 1987. സെക്കൻഡ് വൺ ഇറ്റ് ഡസ് സൂപ്പർവിഷൻ ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ റിഗാർഡിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. തേർഡ് വൺ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസിംഗ് ആൻഡ് റീഫിനാൻസിംഗ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡയറക്റ്റ് ഫിനാൻസ് ടു ജനറൽ പബ്ലിക്. നാലാമത്തേത് ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ RBI. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസിംഗ് ആൻഡ് റീഫിനാൻസിംഗ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡയറക്റ്റ് ഫിനാൻസ് ടു ജനറൽ പബ്ലിക്. ഇത് ജനറൽ പബ്ലിക്കിന് ഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്നില്ല. നാഷണൽ ഹൗസിംഗ് ബാങ്ക് അഥവാ NHB എന്ന് പറയുന്നത് ഹൗസിംഗ് സെക്ടറിലുള്ള അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് സെറ്റപ്പ് ചെയ്തത് 1988 ജൂലൈ 9-നാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് അനുസരിച്ചാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. 2019 ഈ ആക്ട് അമെൻഡ് ചെയ്തു. അപ്പോൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് അഥവാ NHB എന്ന് പറയുന്നത് ഹൗസിംഗ് സെക്ടറിലുള്ള അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. കോർപ്പറേഷൻ്റെ 4ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.